പെരുന്നാളെടുത്ത വീഡിയോൻ്റെ അതേ പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ ഒരു പാസിങ് കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട്. അതായത് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് പാസ് ചെയ്യാനൊരു വഴി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പാസിങ് കൊടുത്തിട്ടുണ്ട്. അതായത് മേലേച്ചാളയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ വലത്ത് ഭാഗത്ത് ഒരു പാസിങ് കൊടുത്തിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ട്രക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മേലെ ചേളാരിയിലാട്ടോ. മേലെ ചേളാരി താഴെ ചേളാരി വരെയുള്ള ഒരു അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമൻറ്റിൽ നാളെ ചേളാരിയിലെ വീഡിയോ ഇട്ടപ്പം ചോദിച്ചിരുന്നു, താഴെ ചേളാരിയുടെ ഒരു വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്നത്തെ വീഡിയോയിൽ നമുക്കത് ചേർത്താൻ പറ്റിയിട്ടില്ല. കാരണം അത് തന്നെ അത്യാവശ്യം ലെങ്ത്ത് വീഡിയോ ആയതുകൊണ്ട് നമുക്കത് ചേർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ താഴെ ചേളാരിയുടെ ഒരു വീഡിയോ തന്നെ നമ്മൾ വേറെ ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ താഴെ ചേളാരിയുടെ ഒരവസ്ഥ ഇനിയിപ്പോൾ താഴെ ചേളാരി എന്ന് പറയാൻ പറ്റില്ല. ഇത് മേലെ ചേളാരിയിലേക്ക് അതേ ഹൈറ്റിലേക്ക് തന്നെ വന്നു. ഇനി താഴെ ചേളാരി അങ്ങാടിയായിട്ട് അവിടെ ഉണ്ടാവും. മെയിൻ റോഡ് മേലെ ചേളാരി എന്ന് പറഞ്ഞ ലെവലിൽ തന്നെ പോകണം. മേലെ കൂടെ തന്നെയാണ് പോകുന്നത്. കുറഞ്ഞൊരു ഹൈറ്റൊന്നുമല്ല, നല്ല ടോപ്പ് ഹൈറ്റ് പറഞ്ഞാൽ ടോപ്പ് ഹൈറ്റ്, എള്ളിക്ക് ടോപ്പ് ഹൈറ്റിലാണ് ഇവിടെ ഈ ഒരു വർക്ക് നടക്കുന്നത്. അതാണ് മേലെ ചേളാരി IOC ഗ്യാസിൻ്റെ, ഇന്ത്യൻ ഗ്യാസിൻ്റെതൊക്കെ ആ ഭാഗത്താണ്. ബസ്സൊക്കെ അത്രയും താഴ്ചയിലൂടെയാട്ടോ പോകുന്നത്. ഹൈറ്റ് 2 ഫ്ലോറിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ 2 ഫ്ലോറിൽ അധികം ഹൈറ്റ് ഉണ്ട്. കേൾക്കണം, ആ ബിൽഡിങ് നോക്കേ ഉണ്ടോ, ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ഇത് 2 ഫ്ലോറ് ലെവൽ ഹൈറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകൾ ബാക്കിലേക്ക് വരുന്നുണ്ട്. ചേളാരിയിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ്, കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ബാക്കിലേക്ക് വന്ന് സൗകര്യപ്പെടുത്തുകയാണ്. നിലവിലുണ്ടതിൻ്റെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പോയി, കുറേയൊക്കെ ഉള്ളോട്ടായിരുന്നു, അത് പോയി. ചിലത് ഫ്രണ്ടേജ് കട്ട് ചെയ്തിട്ട് ഷട്ടറൊക്കെ ബാക്കിലേക്ക് വലിച്ചു വെച്ച് അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇവിടെ മൊത്തം മാറ്റങ്ങളാണ്. ഇവിടേക്ക് പണി നടക്കുന്നുണ്ട്. ലോക്ക് കട്ടകളൊക്കെ ഇനിയും ഇവിടെ വെക്കാനുണ്ട്. ആ ഒരു ഹൈറ്റിലേക്ക് ആവണം. ഈ ഹൈറ്റ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹൈറ്റ്. അപ്പോൾ എന്താണ് അവസ്ഥ? പാലത ഇങ്ങനെ ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം ഹൈറ്റ്, ഈ ഭാഗത്തേക്ക് ഹൈറ്റ് കുറഞ്ഞിട്ട് ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് സെൻറ്റർ പോയിൻ്റ്. സെൻറ്ററിലുള്ള വാള് കൊടുക്കാനുള്ള കമ്പിയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഗർട്ടർ വെച്ചിട്ടുള്ളൂ, സ്ലാബ് ചെയ്തിട്ടില്ല. ഗർട്ടറുകൾ തമ്മിൽ ലോക്ക് ചെയ്തൊരു ഗർട്ടർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ മേലെ സ്ലാബ് ഇട്ടിട്ടില്ല. ഈ ഒരു സൈഡിലെ അവസ്ഥയാണത്. ചെട്ടിപ്പടി ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ടത്. ഞാൻ മനസ്സിലാകാൻ മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയേണ്ടത്. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ഭാഗത്തേക്കാണ്. ഇതാ, ഇത് തൃശ്ശൂർ ഭാഗം വരുന്ന ഭാഗം, ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം. ഇവിടുന്ന് ചെട്ടിപ്പടി, പരപ്പനങ്ങാടി ഒക്കെ പോകാൻ പറ്റിയ റോഡാണിത്. തീരദേശ മേഖല റോഡിലേക്ക് ഇവിടുന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പരപ്പനങ്ങാടിയിൽ ചാടിയാൽ സാധിക്കും. തീരദേശ മേഖല റോഡിൽ നേരെ കയറിയാൽ പൊന്നാനി, അങ്ങനെ തിരൂർ പൊന്നാനി വഴി നേരെ എറണാകുളം ലുലുമാളിൻ്റെ മുന്നിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. ഒക്കെ ചേളാരിയുടെ അവസ്ഥയാണ് കേട്ടത്. എൻ്റെ ബക്കിലൊന്നും പോയി നിൽക്കാൻ പേടിയാണ്. ഇവിടെയൊക്കെ മൊത്തം പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച സ്ഥലം. പുതിയ ബിൽഡിങ്ങുകൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. അവിടെ ബാക്കിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുള്ള അവിടുത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ.
ഒരുപാട് നടക്കട്ടെ ആദ്യം വണ്ടീൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മോട് ഈ ഒരു വീഡിയോ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിച്ചിരുന്നു താഴെ ചേളാരിൻ്റെ. അപ്പോൾ അന്ന് നമുക്ക് സാധിച്ചില്ല, കാരണം കൂരിയാട് ആ ഒരു ചെറിയൊരു അപ്ഡേഷനൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആദ്യം ഇടാമെന്ന് വെച്ച് അന്ന് അത് പോയി എടുത്ത് അങ്ങനെ ഓരോന്നായി വന്നപ്പോഴത്തേന് നമ്മളിവിടുത്തെ വീഡിയോ ഇടാൻ ഇച്ചിരി നേരം വൈകി. ഇവിടെ മണ്ണുകൾ പല ഭാഗത്തു നിന്നായിട്ട് കുടന്ന് തട്ടുകയാണ്. ഇവിടെയൊക്കെ എത്രത്തോളം മണ്ണിട്ടിട്ടുണ്ടെന്ന് കണക്കല്ല കേട്ടോ, കണക്കുകളില്ല, അത്രയും മണ്ണുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. എത്ര ലോഡ് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല, അത്രക്കും മണ്ണ് ഇവിടെ വന്നിട്ടുണ്ട്, അത്രക്കും മണ്ണ്. ഈ ലോക്ക് കട്ട വെച്ച് നെറ്റ് വിരിച്ച ഭാഗമാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ മേലൊക്കെ നേരാണ് മണ്ണ് തട്ടലാണ്. അപ്പോൾ മണ്ണ് തട്ടാനാണ് ലോറി വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ ചേളാരിയിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോന്നിട്ടുള്ള ഭാഗം കേട്ടോ. ചേളാരി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ചേളാരിയിലാണ് ഇപ്പോൾ ഒരു ഓവർ പാസിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഇങ്ങനെയാണ്. ഇവിടുത്തെ വർക്കുകളും ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അവിടെയാണ് കൂടുതൽ ആയിട്ട് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. ഈ സൈഡിൽ അത്രത്തോളം ആയിട്ടില്ല. അവിടെ നിന്നെങ്കിലും ഒരുപാട് പണികൾ മറ്റുള്ളതൊക്കെ ഇവിടെ ചെയ്യാനുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ സൈഡിലുള്ള ഒരു സർവീസ് റോഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് റോഡ് റെഡിയായാൽ ഇവിടെ ബ്ലോക്ക് ചെയ്യും. പഴയ നിലവിലുണ്ടായിരുന്ന റോഡാണ് ഇത്. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആ സർവീസ് റോഡ് ആ സൈഡിലേക്ക് ആക്കിയാൽ ഇവിടെ ഇനി ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡൊക്കെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ആ ഒരു സൈഡ് അതായത് എന്താ പറയുക, മേലേച്ചാളാരിക്ക് മുമ്പ് ഏകദേശം ഞാൻ നാല് കാണിച്ച ജഗതി വളവിൻ്റെ അവിടുന്ന് സർവീസ് റോഡ് തുടങ്ങിയിട്ട് ചേളാരി അത് ലാസ്റ്റ് വരെ ഉണ്ട്. സർവീസ് റോഡിനാണ് മുഴുവനായിട്ടും സർവീസ് റോഡിനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സർവീസ് റോഡ് ഇത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൽ നിന്ന് ആ സർവീസ് റോഡിലേക്ക് കണക്റ്റ് ആക്കണം. ഈ ഉള്ള റോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കും. അപ്പോഴാണ് ഇവിടെ ഈ ഒരു സെഡ് വാളൊക്കെ വെച്ച് പിന്നെ അടിപൊളിയാക്കണം. എന്നാലേ ഇവിടെ ടക്ക് പരിപാടികൾ ഇനി നടക്കുള്ളൂ. അപ്പോൾ അതിനുള്ള സർവീസ് റോഡ് ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് റെഡി ആവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത് റെഡി ആയാലേ ഇവിടുത്തെ അടുത്ത പരിപാടികൾ നടക്കുള്ളൂ. ഈ ഒരു ഭാഗം കൂടി സർവീസ് റോഡാക്കി മാറ്റിയാൽ ഇവിടെ പൂർണ്ണമായും ഇവിടെ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെയാണ് സർവീസ് റോഡ് പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡൊക്കെ റെഡിയാണ്. അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണി ഉഷാറായിട്ട് നടക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പൊടി എന്ന് പറഞ്ഞാൽ പോരാ, അടിച്ച് പൊളി പൊടിയാട്ടോ, നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്കും പൊടിയാണ്. പൊടിയുടെ പൂരം കാണണം, ഇങ്ങോട്ട് നോക്കിയാൽ മതി.
അപ്പോൾ നമ്മൾ ചാളാരിയുടെ ലാസ്റ്റ് എൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇനി വരുന്നവർക്ക് പരപ്പനങ്ങാടി ഞാൻ നേരത്തെ കാണിച്ച ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോകണമെന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ട് ഈ പമ്പിൻ്റെ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് പോകണം. ഇപ്പോഴത്തെ ലെവലിൽ ഇവിടെ എങ്ങനെയാണ് റോഡ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ അവിടുന്ന് സൂം ചെയ്ത് കാണിച്ച ആ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. ഈ ഭാഗത്താണ് സർവീസ് റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതുവരെയുള്ളൊരു അപ്ഡേഷനുകളാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ IOC ഗ്യാസിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ട് യൂട്ടൺ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ ആ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ട് യൂട്ടൺ ചെയ്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്ഡേഷനുകൾ. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ചാളാരിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരുപാട് വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും പിന്നെ വലിയ പരിപാടികളൊന്നും നടക്കാനില്ല. സർവീസ് റോഡ് ഇടുക, ഇവിടെ ഫ്ലോറ് ലെവൽ ചെയ്യുക എന്നുള്ള വലിയൊരു പരിപാടികളൊന്നും ഇവിടെ മറ്റുള്ള പരിപാടികളൊന്നും ഇവിടെ വല്ലാതെ വരാനില്ല.